കുട്ടിയെയാണ് മറ്റൊരാൾ വന്ന് കൊല ചെയ്തതെങ്കിൽ തുല്യപ്രായവും തുല്യമൂല്യവുമുള്ള ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി, ഞാൻ ആ കൊലയാളിയുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ കുട്ടിയെ കൊല്ലണം എന്നാണ് ഖുർആനിലെ ഈ പ്രതികാര നിയമം. ഈ നിയമത്തെക്കുറിച്ച് ഇന്ന് മുസ്ലിങ്ങളാരും ലോകത്തെവിടെയും ചർച്ച ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ നിയമം ഉണ്ടോ എന്നും അറിയില്ല. പക്ഷെ ഖുർആനിൽ ഈ നിയമമുണ്ട്. കാരണം 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ഗോത്ര സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമം അതാണ്. മനുഷ്യനെ മൂല്യമുള്ള ഒരു വസ്തുവായി കണക്കാക്കി ഒരു ഗോത്രത്തിന് കൊലപാതകത്തിലൂടെ നഷ്ടപ്പെടുന്നത് എന്താണോ തുല്യ നഷ്ടമുള്ള മറ്റൊരു വ്യക്തിയെ കൊലയാളിയുടെ ഗോത്രത്തിൽ നഷ്ടം വരുത്തുക എന്നതാണത്രേ ഇതിന്റെ യുക്തി. മറ്റൊരു യുക്തി പറയുന്നത് അങ്ങനെ കൊന്നെങ്കിലേ ഈ കൊലയാളിക്ക് കൊല്ലപ്പെട്ടവന്റെ വികാരം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇതിന്റെ യുക്തി നിങ്ങളൊന്ന് ആ ഒരു മനുഷ്യാവകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യത്വപരമായ ചിന്ത വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിന്റെ യുക്തി ഒന്ന് പരിശോധിക്കുക. എന്റെ ഭാര്യയെ മറ്റൊരാൾ വന്ന് കൊല ചെയ്താൽ ആ കൊലയാളി ആരോ ആവട്ടെ, ഞാൻ അയാളുടെ ഭാര്യയെ പകരം പോയി കൊല്ലണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അയാൾക്ക് അയാളെ ഭാര്യ കൊല്ലപ്പെട്ട് കിട്ടിയാൽ മതി എന്നാവും വിചാരം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് തുല്യ ദുഃഖം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ വേറെ പെണ്ണ് കെട്ടാൻ സൗകര്യമായി എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സൗകര്യമായി അയാൾ വേറെ ആരുടെയെങ്കിലും ഭാര്യനെ പോയി കൊന്നാൽ മതി, പകരം അയാളെ ഭാര്യ കൊല്ലപ്പെട്ട് കിട്ടും. തുല്യ നഷ്ടം വരുത്തുന്നതിന് വേണ്ടി കൊല ചെയ്യപ്പെടണം എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ അടിമ അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ സ്വതന്ത്രൻ നിരപരാധിയായ ഈ മനുഷ്യൻ എന്തിനു വേണ്ടി കൊല്ലപ്പെടണം? അയാൾ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിൽ കൊല്ലപ്പെടണം? അയാൾക്ക് അല്ലെങ്കിൽ ഈ കൊല ചെയ്യപ്പെടുന്നതിന് അയാൾക്ക് പിന്നെ ഇവിടുന്ന് നീതി കിട്ടുക? ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ള സാമാന്യ മനുഷ്യത്വമുള്ള ആരെങ്കിലും ഇത്തരം ഒരു നിയമത്തെ അംഗീകരിക്കും? പക്ഷെ അന്നത്തെ ഗോത്ര നിയമം അതാണ്. കാരണം ഗോത്രങ്ങളിൽ തമ്മിലുള്ള ഒരു ബന്ധം അതായിരുന്നു. ഒരു ഗോത്രത്തിന് ഒരു നഷ്ടം വന്നാൽ പകരം അതേ നഷ്ടം ഉണ്ടാകുക. അതിന്റെ ഭാഗം തന്നെയാണ് ഈ കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല് എന്ന് പറയുന്ന നിയമങ്ങൾ. അതുതന്നെയാണ് നൗഷാദിന്റെ കണ്ണ് കളയാനുള്ള യുക്തിയും. ഇത്തരത്തിലുള്ള ഗോത്ര ആചാരങ്ങളാണ് ദൈവത്തിന്റെ നിയമം എന്ന പേരിൽ എഴുതി വച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യന് ആവശ്യമുള്ള നിയമങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ദൈവം ആവശ്യമുള്ള നിയമങ്ങൾ ഉണ്ടാക്കി തരും എന്ന് യുക്തി അവതരിപ്പിക്കുന്ന മൗലികവാദികൾ ഈ മതനിയമങ്ങളെ യുക്തിപരമായി പരിശോധിക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലെ മനുഷ്യനെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾ, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾ, ജനാധിപത്യത്തെക്കുറിച്ച്, മതനിരപേക്ഷതയെക്കുറിച്ച്, സ്ത്രീ പുരുഷ സമത്വം, ലിംഗനീതി തുടങ്ങിയിട്ടുള്ള ആധുനിക മൂല്യസങ്കല്പങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആധുനിക മനുഷ്യന്റെ സങ്കല്പങ്ങൾ ഈ ഗോത്ര നിയമങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗോത്ര നിയമങ്ങൾക്ക് മേൽ മതത്തിന്റെ പേരിൽ അടയിരിക്കുന്ന മതമൗലികവാദികൾ ഇന്ന് വളരെയേറെ പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. കാരണം ഇതിനൊന്നും മറുപടി പറയാൻ അവർക്ക് സാധ്യമാകുന്നില്ല. ദൈവം ഉണ്ടാക്കിയാലേ മനുഷ്യന് നിയമം ഉണ്ടാക്കാൻ മനുഷ്യർക്ക് ആവശ്യമുള്ള നിയമം ഉണ്ടാകൂ എന്ന് വാദിക്കുന്നവർ മറ്റൊരു ന്യായം കൂടെ പറയുന്നുണ്ട്. ഈ 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ മരണശേഷം പിന്നെ മനുഷ്യർക്ക് ആവശ്യമുള്ള നിയമങ്ങളൊക്കെ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്നാണ്. അപ്പോൾ ഈ ആധുനിക മനുഷ്യന്റെ ജീവിതം വളരെ സങ്കീർണമാണ്. ഇന്നത്തെ ലോകം, ഇന്നത്തെ നിയമങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണമായ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ മനുഷ്യന് അവന്റെ യുക്തി തന്നെ ഉപയോഗിക്കല്ല, വേറെ നിവൃത്തിയില്ല. കാരണം അള്ളാഹുവും ദൈവവും പ്രവാചകന്മാരും അവർ നിയമം ഉണ്ടാക്കി തരുന്ന ഏർപ്പാടുകളൊക്കെ നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ പറയുന്ന ഇന്ന് 99% കാലഹരണപ്പെട്ടു പോയ ഈ ഗോത്ര നിയമങ്ങളെ മാത്രം ദൈവത്തിന്റെ പേരിൽ നിലനിൽക്കണം എന്ന് വാദിക്കുകയും ആധുനിക മനുഷ്യന് ആവശ്യമുള്ള നിയമങ്ങളൊക്കെ മനുഷ്യൻ യുക്തി കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്ന് പറയുകയും ചെയ്യുന്നതിലുള്ള വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിനനുസരിച്ച് ഈ മതനിയമങ്ങളിൽ നിന്ന് തള്ളിക്കളയേണ്ടവ തള്ളിക്കളയുകയും പരിഷ്കരിക്കേണ്ടവ പരിഷ്കരിക്കുകയും പുതിയ നിയമങ്ങൾ നമ്മുടെ കാലഘട്ടത്തിനും മനുഷ്യത്വത്തിനും മനുഷ്യാവകാശങ്ങൾക്കും അനുസൃതമായ സാമൂഹ്യ സദാചാര നിയമങ്ങളും നിർമ്മിക്കുകയും ചെയ്യേണ്ടത് ആധുനിക പരിഷ്കൃത മനുഷ്യന്റെ കടമയാണ് എന്ന കാര്യം മതമൗലികവാദികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.